പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കരുമാലൂർ ഗ്രാമപഞ്ചായത്തിലെ മാഞ്ഞാലിയിലാണ്. മാഞ്ഞാലി ഇന്ന് കേരളത്തിലെ ഒരു കൂവ ഗ്രാമമാണ്. അതിൽ നമ്മുടെ പൂർവികരെല്ലാം നമുക്കെല്ലാം ഭക്ഷണമായി തന്നിരുന്ന ഒരു അപൂർവയിനം ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങുവർഗ്ഗ വിളയാണ് കൂവ. കഴിഞ്ഞ 2 വർഷക്കാലം മാഞ്ഞാലിയിലെ കർഷകർ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഏക്കർ കണക്കിന് കണ്ണത്താ ദൂരത്ത് പച്ചപ്പിന്റെ പരവതാനി വിരിച്ചോലെ കൂവ കൃഷിയാണ്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വലിയൊരു കൂവത്തോട്ടമാണ്. ഇത് എത്ര ഏക്കറുണ്ട്? ഇത് 2 ഏക്കർ. ഇത് 2 ഏക്കറോളം വലിപ്പം വരുന്ന ഒരു കൂവത്തോട്ടമാണ്. കൂവ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിന് ധാരാളം വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡന്റ് ഒക്കെ പ്രദാനം ചെയ്യാൻ കഴിവുള്ള നല്ലൊരു കിഴങ്ങുവർഗ്ഗ വിളയാണ്. ഒരു തരത്തിലുള്ള രാസവള പ്രയോഗമോ ഒന്നുമില്ല എന്നതാണ്, കീടനാശിനി പ്രയോഗം ഒന്നുമില്ല എന്നതാണ് കൂവ കൃഷിയുടെ ഒരു പ്രത്യേകത എന്നത്. ആർക്കും കഴിക്കാം, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും കഴിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി നാടൻ കിഴങ്ങുവർഗ്ഗ വിളയാണ് കൂവ കൃഷി. നമ്മുടെ മാഞ്ഞാലിയിലെ പ്രിയപ്പെട്ട കർഷകനായിട്ടുള്ള ആൽബർട്ട് ഏട്ടനുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഫിൽബർട്ട് ഏട്ടനുണ്ട്. അപ്പോൾ ഇവരുടെ കൃഷിയിടത്തിലാണ് ഞാനിപ്പോൾ വന്നത്. മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടു കൂടിയാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇവർ കൂവ കൃഷി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കൃഷിഭവന്റെ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഉണ്ടായപ്പോൾ അടിപൊളിയായിട്ട് നന്നായിട്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇപ്പം മാഞ്ഞാലി എന്ന ഗ്രാമം കേരളത്തിലെ ഒരു കൂവ ഗ്രാമമായിട്ട് മാറുകയാണ്. കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന പദ്ധതിയുടെ പിൻബലമുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ കർഷകരെല്ലാം ഒന്നാണെന്ന വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി ഒരു കൂവ ഗ്രാമം എറണാകുളം ജില്ലയുടെ ഹൃദയഭൂമികയിൽ ഒരുങ്ങുകയാണ്. അപ്പോൾ അവിടുത്തെ കർഷകരുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പോകാം വീഡിയോയിലേക്ക്. നമസ്കാരം കർഷകരെ, എൻ്റെ പേര് ആൽബർട്ട് എന്നാണ്. ഞാൻ കരുമാലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2-ാം വാർഡിൽ താമസിക്കുന്നു. പാരമ്പര്യമായിട്ട് കൃഷിയാണ്. ഇതെൻ്റെ അനിയൻ ഫിൽബർട്ട്, എൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് മാഞ്ഞാലി ഇവിടെ കൂവ കൃഷി ചെയ്തത്. അത് നല്ല വിളവ് കിട്ടിയിരുന്നു. ഇത് ചെയ്യാനുണ്ടായ സാഹചര്യം കൃഷിക്കൊപ്പം കളമശ്ശേരി എന്നുള്ള പദ്ധതിയിൽ മാഞ്ഞാലി മാട്ടോറൽ സൊസൈറ്റി ഇത് ഏറ്റെടുക്കുകയും കർഷകരെ കൂട്ടി ഇത് ചെയ്യാനായിട്ടുള്ള വലിയ പദ്ധതി ഇടുകയും അതോടൊപ്പം ഞങ്ങൾ കർഷകരായ ഞങ്ങൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങി. ഈ കൃഷി ഇത്രയും നന്നാവുമെന്നൊന്നും വലിയ പ്രതീക്ഷ ഉണ്ടായില്ല. ഏതായാലും വലിയ ടെൻഷൻ ഇല്ലാത്തൊരു കൃഷിയാണ്. നല്ല വിള കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം കൃഷി വളരെ ലാഭകരമായിരുന്നു. വളരെ നല്ല തൂക്കം കൂവ നമുക്ക് തൂക്കി വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായി. കൂവ കൃഷി എന്നിരുന്നാലും വളരെ നല്ല കൃഷിയാണ്. മറ്റു കീടങ്ങളോ മറ്റൊന്നുമില്ല. പിന്നെ ഇത്തിരി എലിശല്യമൊക്കെ ഉണ്ടാവും, അതിന് നോക്കണമെന്നുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ കൃഷി ചെയ്ത് വളരെ ലാഭകരമായിരുന്നു. നല്ല വിളവ് കിട്ടിയിരുന്നു. ഒരു 60 രൂപ വെച്ച് കിലോത്തിന് നമുക്ക് വില കിട്ടി. വേറെ കീടങ്ങളോ മറ്റ് പരിചരണങ്ങളോ കുറവ് മതി. അതുകൊണ്ട് തന്നെ ഈ കൃഷി വളരെ നല്ല ഒരു രീതിയിൽ നടത്തിയ വൻ ലാഭം ഉണ്ടാക്കുക. നിലയിറക്കല് നല്ലോണം ട്രാക്ടർ ഇട്ട് ഒരു 3 ചാല് ഉഴുത് മറിച്ചിടുക. അതിലേക്ക് കുമ്മായം തൂകിയിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഭാരം മാടി അതിലേക്ക് കോഴികളോ ചാണകമോ മറ്റ് ചവറോ ഒക്കെ ഉപയോഗിച്ച് പിന്നെ 35 സെന്റിമീറ്റർ 40 സെന്റിമീറ്റർ അകലത്തിൽ കുഴി ഉണ്ടാക്കി കുഴിയിലേക്ക് ഉള്ള വിത്തുകൾ അതിൽ നട്ട് കഴിഞ്ഞാൽ അത് 10-15 ദിവസം കഴിയുമ്പോൾ അത് മുളച്ച് വരും. അത് നന്നായി മൂടി അതിൻ്റെ അകലം ഒരു 30 സെന്റിമീറ്റർ അകലവും 25-30 ഗ്രാം തൂക്കം വെച്ചുള്ള പീസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായി കാമ്പി പുഷ്ടിയായിട്ട് പിന്നീട് വളർന്നു വരും. അടിവളമായിട്ട് കോഴിക്കാട്ടം ആണ്, പച്ചലവളവും ആണ് അടിവളമായിട്ട് കൊടുക്കുന്നത്. ഇത് 9 മാസ കാലയളവാണ് കൃഷിയിടത്തിൻ്റെ വിളവെടുക്കാനായിട്ട്. മഴ വരുന്നതിന് തൊട്ട് മുപ്പാട് പിന്നെ കൃഷിയിടം കാലിയാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് വിളവെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് വരും. നമ്മുടെ മാഞ്ഞാലി സർവീസ് സഹകരണ സംഘത്തിന്റെ പ്രത്യേക നിർദ്ദേശമുള്ളതിന്റെ പേരിൽ ജൈവ കൃഷിയാണ് ഞങ്ങൾ തുടരുന്നത്. ഇതിൽ രാസവള പ്രക്രിയ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പും നല്ല വിളയും കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് കോഴിക്കാട്ടം, മറ്റ് ചാണകം, പച്ചലവളം ഇതെല്ലാം അടിയിൽ ചെയ്തിട്ട് ചെയ്യണം. നമ്മുടെ സൊസൈറ്റി സമ്മതിക്കുകയില്ല രാസവള പ്രക്രിയ ഉള്ള സാധനം
സൊസൈറ്റി എടുക്കില്ല. ഈ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസത്തിലാണ് ഇത് നടണത്. ഇത് നട്ടു കഴിഞ്ഞാൽ ഏതാണ്ടും ഡിസംബർ ജനുവരി ഫെബ്രുവരിയോടുകൂടി പറിക്കാം. ഒരു കൂവച്ചെടിയിൽ നിന്ന് 600 ഗ്രാം മുതൽ ഏതാണ്ട് 1-200 ഗ്രാം വരെ വിള കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ ഇത് മുളച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുള എല്ലാം വെട്ടിയിട്ടുണ്ടാകുന്ന നോക്കിയതിന് ശേഷം അവിടെ അതിലുള്ള കംപ്ലീറ്റ് പുല്ല് മറ്റുള്ളതൊക്കെ മാറ്റിയതിന് ശേഷം അതിന് വീണ്ടും ജൈവവളം കൊടുത്ത് മണ്ണ് നന്നായി കയറ്റണം. എന്നാൽ മാത്രമേ ഇത് പുഷ്ടിയായിട്ട് വളരുള്ളൂ. നല്ല മഴ കിട്ടണം. മഴയുള്ള സമയത്ത് നമ്മൾ ചെയ്യണം. അങ്ങനെ സമയവും കൂടി ഇതിന് ഒരു അനുകൂലമായിരിക്കും. പിന്നെ സ്നേഹിതരെ, നമ്മ വിളവെടുക്കാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ എവിടെ കൊണ്ട് വിൽക്കും അങ്ങനെയുള്ള ഒരു പ്രശ്നവും വേണ്ട. നമ്മുടെ മാഞ്ഞാലി സർവീസ് സഹകരണ സംഘം ആ വിളവെടുക്കാന്ന് ഏറ്റതിന്റെ പേരിലാണ് ഈ കൃഷി ചെയ്യുന്നത്. 100% അവര് സഹകരിച്ച് വിളവെടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ടെൻഷനൊന്നും നമുക്കില്ല. പിന്നെ 60 രൂപ വെച്ച് കിലോത്തിന് നമ്മൾക്ക് തരുന്നുണ്ട്. പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റു സഹായങ്ങൾ തരും എന്ന് പറയുന്നു. ഏതായാലും തരണം എന്ന് ഞാനും തറപ്പിച്ച് പറയുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, കരിമല്ലൂർ കൃഷിഭവൻ അതിലെ ഉദ്യോഗസ്ഥ, അതേമാതിരി മറ്റു ഉദ്യോഗസ്ഥന്മാരും ഈ കൃഷിക്ക് അവരാണ് നമ്മളെ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയും അവരാണ് കൃഷി ചെയ്യണമെന്നുള്ള രീതിയിലാണ് നമ്മളോട് അടുത്ത് അവർ പെരുമാറി പോന്നേക്കുന്നത്. എല്ലാ സഹായ സഹകരണങ്ങളും സമയാസമയത്തിന് അവർ തന്നിട്ടുണ്ട്. അവരുടെ നമ്മളോടുള്ള സ്നേഹമാണ് നമുക്ക് കൃഷിയിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെല്ലാൻ പറ്റണത്. തുടക്കത്തില് നമുക്ക് മാഞ്ഞാലി സർവീസ് സഹകരണ സംഘത്തിന്റെയാണ് നമുക്ക് കിട്ടിയത്. അത് കിലോത്തിന് 60 രൂപ വെച്ച് അവര് സംഘം നമുക്ക് തന്ന്. നമുക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു, പക്ഷെ നമ്മ അത് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം വിത്ത് മേടിക്കേണ്ടി വന്നിട്ടില്ല. വിത്ത് ഇതിൽ നിന്ന് തന്നെ നമ്മ എടുക്കുകയാണ്. വിത്തല്ലാതെ തന്നെ നമ്മ ഇതിൽ നിന്ന് ഉൽപാദനം വിറ്റതിന് ശേഷം ഒരുപാട് വിത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്തോരം പേർക്ക് കൊടുക്കാനുള്ള വിത്ത് എൻ്റെ കയ്യിൽ സംഭരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാലാവസ്ഥ ഇത്തിരി മോശമായിരുന്നവന് കൃഷി ഇത്തിരി കുറച്ചത്. കഴിഞ്ഞ വർഷം 2 ഏക്കറോളം ഞാൻ ചെയ്ത്. ഈ തവണ അത് 3 ഏക്കറോളം ചെയ്തിട്ടുണ്ട്. ഈ തവണയും ലാഭകരമാണെങ്കിൽ വീണ്ടും സ്ഥലവർദ്ധനവ് ചെയ്യണം, കൃഷി നന്നായി നടത്തണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. അത് ഈ കാർഷിക മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും സഹായവും അംഗീകാരവും ഒക്കെ തന്നെ എൻ്റെ പേരിൽ ഇത് ചെയ്യണമെന്നുള്ള വല്ലാത്തൊരു മനോഭാവത്തിലാണ് ഇപ്പൊ കൃഷിക്കാരെല്ലാവരും പോണത്. ഞാനും അങ്ങനെ. പണ്ട് കാലത്ത് ഇത് സാധാരണക്കാരുടെ ഒരു ഭക്ഷണമായിരുന്നു. ഇതെല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് അന്യം തിന്നു പോയി. അവരൊക്കെ അത് നിർത്തി, കാരണന്മാരൊക്കെ അത് നിർത്തി, അത് അറിയില്ലായിരുന്നു. ഇപ്പൊ പുതിയതായിട്ടാണ് ഈ രാജാക്കൂവ കൃഷി രീതി നല്ല രീതിയിൽ തുടങ്ങി വ്യവസായ അടിസ്ഥാനത്തിൽ ഇത് നടത്തുന്നത്. വൻ വിജയമായിട്ടാണ് ഇത് കാണുന്നത്. പഴമക്കാരിത് പറയണത് ഇത് ഔഷധ ഗുണമുള്ള ഒരു വല്ലാത്തൊരു പൂക്കിഴങ്ങാണ്. ഇത് മാറാ രോഗങ്ങൾക്ക് പോലും വലിയ ഔഷധ ഗുണമുള്ളതാണ്. വയറിളക്കം, വയറ് സംബന്ധമായ എല്ലാ അസുഖത്തിനും, കാഴ്ചക്കുറവിന് പോലും ഇത് ഉപയോഗിച്ചാൽ കാഴ്ച കിട്ടുമെന്ന് പോലുമാണ് പഴമക്കാര് പറയണത്. പണ്ട് അമ്മച്ചിമാര് കോളർക്കം, വയറിളക്കവും വയറിന് സംബന്ധമായ എന്ത് കേസ് വന്നാലും ഈ കൂവക്കിഴങ്ങ് നന്നായി കുറുക്കി പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം മാറും. വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. വേറെ എഫക്റ്റ് ഒന്നുമില്ല. ഇതിന് കീടനാശിനിയോ രാസവള പ്രക്രിയയോ ഒന്നുമില്ല. ഇത് നമ്മ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ജൈവവളം അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ യാതൊരു വക രാസമാലിന്യങ്ങളോ രാസവസ്തുക്കളോ ഇല്ലാത്തതിന്റെ പേരിൽ ഇതൊരു മരുന്ന് ഔഷധമാണിത്. ഇത് തീർത്തും ഇത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പച്ചക്ക് തിന്നാ നന്നായി. ഇതിന് വച്ചുനാര്, ഇതിന് ഭയങ്കര നാരുള്ള ഒരു കിഴങ്ങാണ് ഈ കിഴങ്ങിന്. അതുകൊണ്ട് നമ്മുടെ വയറ്റിൽ ചെന്നാൽ അത് ആ നാര് ഉള്ള ഇതുകൊണ്ട് നമുക്ക് വളരെയധികം നല്ല ഗുണങ്ങൾ നമുക്ക് തരും. കൂവ വിത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു അസുര വിത്താണ്. ഒരു നാര് കിടന്നാലും അതിന് പൊട്ടി മുളച്ചു വരും. ഇത് സാധാരണ ഇപ്പൊ ചെയ്യുന്നത് ഒരു കൂവയിൽ നിന്ന് ഇത് 25 ഗ്രാം 30 ഗ്രാം 25 ഗ്രാം വെച്ച് നമ്മ പീസ് ഇട്ട് ഈ പറഞ്ഞ 30 സെന്റിമീറ്റർ അകലത്തിൽ നടാം. അതല്ലെങ്കിൽ ഇതിന്റെ തന്നെ ചെറിയ നാര് വേരുകളുണ്ട്, അത് കൃഷി ചെയ്താലും
ഈ സംഗതി ഇത് 100% മുളക്കും. ഏറെക്കുറെ 100 ചെടിയിൽ 2-3 ചെടിയെ മുളക്കാതെ വരുള്ളൂ, ബാക്കി എല്ലാം മുളക്കും. ഇതിന് ഒരു ചുവട് നടാൻ പറ്റും. അതായത് അതുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ കൃഷി ചെയ്ത വിത്ത് അന്വേഷിച്ച് എങ്ങും പോകണ്ട. നല്ലനം വിത്ത് എവിടെന്നെങ്കിലും സ്വരൂപിച്ച് നട്ട 100% വിള കിട്ടും. കരീബിയൻസ് അവര് ഇത് നമ്മളെ തൊക്കില് ചെലന്തിയ, തേള, പഴുതാരയൊക്കെ കുത്തി അത് നീർക്കെട്ട് കഴിഞ്ഞാൽ, ഈ നീർക്കെട്ട് വരണതിന് മുമ്പ് ഇത് ഒരെണ്ണം എടുത്ത് നന്നായി അരച്ച് അവിടെ പുരട്ടി കഴിഞ്ഞാൽ 100% യാതൊരു എഫക്റ്റ് ഇല്ലാതെ അത് ആ നീരും പോകും. അതിന്റെ പല്ല് പോലും അവിടെ ഇരിപ്പുണ്ടെങ്കിൽ കൊഴിഞ്ഞു പോകും, നമ്മുടെ മുറിവിൽ നിന്ന് കൊഴിഞ്ഞു പോകും. അത്ര പവർ ഉണ്ട് ഇതിന്. അമ്പ് കൊണ്ടുള്ള മുറിവ് ഉണങ്ങാൻ പണ്ട് നമ്മുടെ കരീബിയൻസ് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അമ്പ് കൊണ്ട് വരുന്ന വലിയ മാരകമായ മുറിവ് ഉണങ്ങാൻ ഇത് അരച്ചാണ് പുരട്ടാറ് എന്നാണ് ചരിത്രം പറയണത്. വയറിളക്കം പോലെ വയറിന് വലിയ കംപ്ലൈന്റ് ഉള്ളപ്പോ ഈ കൂട ഭക്ഷണം കഴിച്ചാല്, അല്ലെങ്കിൽ കൂവ കുറുക്കി കഴിച്ചാല് നമ്മുടെ ബ്രേക്ക് ഇട്ട മാരാണ് അത്. എങ്ങനെ സുഖപ്പെട്ടെന്ന് നമ്മൾ തന്നെ അതിശയം വരും. അത്രക്ക് പവറാണത്. അതെല്ലാവർക്കും അറിയില്ല. അത് കൂവപ്പൊടി മേടിച്ച് ചെയ്താലും മതി. കർഷക മിത്രങ്ങളെ, നിങ്ങൾ കിഴങ്ങ് പറിച്ച് കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊരു കട പറിച്ച് കാണിച്ചു തരാം. ഇത് ആരോ റൂട്ട് എന്ന് പറയുമ്പോ ഇത് ഇങ്ങനെ അസ്ത്രമല്ല, അമ്പല്ല. അതൊരെണ്ണം പറിച്ച് സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ അവിടെ തന്നെ നട്ടോളാം. ഇതിപ്പോ കിഴങ്ങായിട്ടില്ല, പക്ഷേ ഇതാണ് ഇതിന്റെ കിഴങ്ങ്. ഒരെണ്ണം ഇലയിൽ ഒടിക്കാണ്, വേണ്ട, നല്ല രസമുള്ള കിഴങ്ങാണ്. ഇതിന് മോചിയൊന്നുമില്ല, അവിടെ തന്നെ വെച്ചു. ഇത് സാറിപ്പോ കാണിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറിക്കാനായിട്ട് എനിക്ക് വിഷമമുണ്ട്. എന്നാലും ഇതിപ്പോ സാറ് പറിച്ചൊരു കിഴങ്ങ് കാണണം. അത് സാറ് കണ്ടിട്ടുണ്ട്, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാനൊരു കട പറിച്ച്. അതിൽ വേറെ കിഴങ്ങുണ്ട്, അതിൽ ഞാനൊരു കിഴങ്ങ് എടുത്താണ് സാമ്പിളായിട്ട്. ഇത് ഏറെക്കുറെ 200, 225, 250 ഗ്രാമോളം തൂക്കം കാണും. ഇതിന് ഇങ്ങനെ ഇത് ഒരു പൊതയൊക്കെ ഉണ്ട് കേട്ടാ, കണ്ടാ. ഇത് വെറുതെ അല്ല, ഇതിങ്ങനെ പുതച്ച് തന്നെ പ്രകൃതി തന്നെ തന്നെയാണ്, കണ്ടാ. ഇതിന് ഉടുപ്പുണ്ട്, വളരെ രസമുള്ള. ഇതിന് പച്ചക്ക് തിന്ന. ഇത് ജൈവമായതിന്റെ പേരില് ഇന്നാ സാറിന് തന്നെ കൊടുക്കട്ടെ കുറച്ച്. ഇന്നാ തിന്നാവുന്നതാണ്. ഇന്നാ അടിപൊളി തിന്ന, കണ്ടാ. അത് ഐസ്ക്രീം ഇതിൽ നാരെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേസ്. പക്ഷെ ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ് മാഞ്ഞാലിയുടെ സഹകരണ സംഘത്തിന്റെ കീഴിൽ കൃഷി ചെയ്യുന്നത്. ഇത് വളരെ എന്താ പറയാ, ഒന്നുമില്ല, ഇത് നന്നായിട്ട് തിന്ന, അത്രേ പറയാനുള്ളൂ. രണ്ടാമത്തെ ഒരു തോട്ടമാണ് ഇതാദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. ഇതിൽ നല്ല പച്ചപ്പൊക്കെ നന്നായി കാണുന്നു. പിന്നെ എല്ലാവരും പറയണ നല്ല രസമാണ്. കുറെ അധികം ആൾക്കാർ റോഡ് സൈഡിൽ തന്നെയാണ്. അവർ പലരും കണ്ടിട്ട് അവർക്കൊക്കെ അടുത്തവണ ഇതിനെക്കുറിച്ച് വിവരണം തന്നെ ഞങ്ങൾ നടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഞാൻ പിന്നെ എന്നെ കൊണ്ട് ചെയ്യാവുന്നതും അറിയാവുന്ന അറിവും പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലത്ത് എനിക്ക് കൃഷി ചെയ്യാനായിട്ട് ഒരു കാലതാമസം വന്നു. സ്ഥലം ഒരുക്കാനും മറ്റുമൊക്കെ വിത്തൻ്റെ അടുത്ത് സൂക്ഷിച്ചിരുന്നു, പക്ഷെ സ്ഥലം ഒരുക്കാൻ താമസിച്ച്. അത് കാരണം ഒരു 3 മാസത്തോളം താമസിച്ചാണ് കൃഷി ചെയ്യാൻ പറ്റിയത്. പക്ഷെ നല്ലൊരു കാലാവസ്ഥ കിട്ടിയതിൻ്റെ ഈ കൃഷി മറ്റു കൃഷി ചെയ്താലും ഉഷാറായിട്ടാണ് കാണണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ മതി. പക്ഷെ ഇതുവരെ നനക്കേണ്ട വന്നിട്ടില്ല. നനക്കേണ്ട വന്ന ആഴ്ചയിൽ ഒരു പ്രാവശ്യം മതി. അത് ബൾക്കായിട്ട് അങ്ങനെ വലിയ നനക്കണ്ട. അത്യാവശ്യം സ്പ്രേ ചെയ്താലും മതി. ഇത് മുകളിൽ നിന്ന് സൂര്യപ്രകാശം അടിയിലേക്ക് തട്ടണില്ല. അതുകൊണ്ട് തണവ് ഒരാഴ്ച കാലഘട്ടം നന്നായി നിൽക്കും. ഇതിന്റെ ആദ്യത്തെ 4 മാസം നന്നായി പരിചരിക്കുക. ഇത് കിഴങ്ങായതിന് പൂവായി കഴിഞ്ഞതിന് കിഴങ്ങാകാൻ പോണ് എന്ന് പറഞ്ഞ മാതിരിയാണ്. അത് ആയിക്കഴിഞ്ഞാൽ ഈ മാതിരി അങ്ങനെയുള്ള വലിയ പരിചരണം വേണ്ട. കുറച്ച് വേണമെങ്കിൽ ഒരു 50% പരിചരണം മതിയാവും.